ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ലൈവിലിപ്പോൾ ബിഗ് ബോസ് വിളിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എവിക്റ്റായി പോയ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ചൊരു റീയൂണിയൻ, കുറച്ച് സന്തോഷമുള്ള ദിവസങ്ങൾ, അങ്ങനെ ഒരു മൊമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ഒരുപാട് തവണ നിങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ട്. എന്നിട്ടും പലരും അതിന് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അത് ആവർത്തിച്ചാൽ നാളെ തന്നെ പെട്ടിയെടുത്ത് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും കൈയടിച്ച് ചിരിക്കുന്നുണ്ട്. എന്നാലും പിന്നീട് റീ എൻട്രി നടത്തിയ കണ്ടസ്റ്റൻസ് നിന്നെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള 7 പേരോടായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളാണ് മത്സരാർത്ഥികൾ, ഫിനാലെയിൽ പോവേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ഫിനാലെ മാത്രമായിരിക്കണം. അല്ലാതെ പുറത്തു നിന്ന് വന്നവർ എന്തു പറയുന്നു എന്ന് നിങ്ങൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അവരെന്തു പറഞ്ഞാലും അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പുറത്തു നിന്ന് വന്നവർ ചിലപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി പലതും പറഞ്ഞു എന്നിരിക്കും. പക്ഷേ അതിലെല്ലാം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ നിങ്ങൾ അവർ പറയുന്നതിൽ നിന്ന് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ഫിനാലെയിലായിരിക്കണമെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എല്ലാവർക്കും വേണ്ടി ചോക്ലേറ്റൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആര്യനാണ് സ്റ്റോർ റൂമിൽ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തരായി ചോക്ലേറ്റ് പരസ്പരം കൈമാറുന്നുണ്ട്.